സർ നമസ്കാരം. ഇപ്പോ പശ്ചിമേഷ്യ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ ഇസ്രയേൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു വീണ്ടെടുക്കൽ തന്നെയായിരുന്നു നടത്തിയത്. എന്നാൽ 50 വർഷത്തിനിപ്പുറം ആദ്യമായി അവർക്ക് നഷ്ടപ്പെട്ട പല മേഖലകളും, പ്രത്യേകിച്ചും ഹെറോൺ കുന്നുകൾ, അവരെ സംബന്ധിച്ച് ഏറ്റവും വിശുദ്ധമായ ഒരു ഭൂപ്രദേശം, അത് തിരിച്ച് പിടിക്കാനായി ഇസ്രയേലിന് സാധിച്ചിരിക്കുന്നു. സിറിയയിലേക്ക് കടന്ന് ഒരു 12 വർഷക്കാലത്തിനിപ്പുറം കനത്തൊരു ഭീകരാക്രമണത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന ഒരു വിവരം അനുസരിച്ചുകൊണ്ട് അസദ് രക്ഷപ്പെട്ടോടിയ, പലായനം ചെയ്ത് രാജ്യം വിട്ടുപോയ മുൻ ഭരണാധികാരി നൽകിയ ചില രഹസ്യ വിവരങ്ങൾ അനുസരിച്ചാണ് ഇസ്രയേലി ആക്രമണങ്ങൾ നടത്തിയതെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. കാരണം അസദിന്റെ പക്കൽ ഉണ്ടായിരുന്ന രാസായുധങ്ങൾ അടക്കം ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാസായുധങ്ങളും അതുപോലെ ആയുധപ്പുരകളും ഒക്കെ വിമത സൈന്യത്തിന്റെ കയ്യിലോ ഹിസ്ബുള്ളയുടെ കയ്യിലോ എത്തിക്കഴിഞ്ഞാൽ ഇസ്രയേലിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അതൊക്കെ തന്നെ മനസ്സിലാക്കി തന്നെ ആയിരിക്കണം ഇസ്രയേൽ ഭൂകമ്പം ഉണ്ടാകുന്ന തരത്തിലുള്ള, ഭൂകമ്പം ആബിനിയിൽ റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഒരു വലിയ ആക്രമണം തന്നെയായിരുന്നു അവിടെ നടത്തിയത്. അത്ര ഒരു ഭീകരാക്രമണം നടത്തിയത്. ഏകദേശം 400-ലധികം വ്യോമാക്രമണങ്ങളാണ് ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ സിറിയയിൽ നടത്തിയത്. ഇപ്പോൾ സിറിയയിൽ വിമത സൈന്യം പുതിയൊരു ജുലാനിയുടെ നേതൃത്വത്തിൽ HTS ഒരു ഭരണം കൊണ്ടുവരാൻ പോകുന്നു. ഉപരോധങ്ങളൊക്കെ തന്നെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വിദ്യാഭ്യാസം നൽകാനും അവർക്ക് ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അൽ ഖ്വയ്ദയുമായി മുൻപ് ബന്ധമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അൽ ഖ്വയ്ദയുമായി വിട്ട് തികച്ചും സ്വതന്ത്രമായൊരു സർക്കാർ രൂപീകരണവുമായി ജുലാനി മുന്നോട്ട് പോകുമ്പോൾ സിറിയയുടെ ഭാവി എന്ത് എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റ് ഇറാന്റെ പ്രോക്സികൾ, ഇറാന്റെ അലീസ്, അവരുടെ ഭാവി എന്ത് എന്നുള്ളതും ചോദ്യമായി അവശേഷിക്കുന്നില്ല. അൽ ജുലാനി ഒരു പാഠം പഠിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ നമ്മൾ എല്ലാം മറന്നു പോകുന്നതും ഈ രാഷ്ട്രീയ വ്യാഖ്യാതാക്കളെല്ലാം വിസ്മരിക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. എങ്ങനെ അൽ ജുലാനി ഇവിടെ ഭരണത്തിൽ വന്നു? ആ ചോദ്യം ഒന്ന് ചോദിച്ചു. എങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹം ഭരണത്തിൽ വന്നു? സിറിയയുടെ ശക്തി എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? റഷ്യയുടെ ശക്തി എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരുടെ ശക്തിയാണ് കുറഞ്ഞിട്ടുള്ളത്? ഹെസ്ബുള്ളയുടെ ശക്തി കുറഞ്ഞപ്പോ ശക്തി കുറഞ്ഞ ആരുടെയാണ്? ഇറാന്റെ ശക്തി. അങ്ങനെ ഒരു അനുകൂല സന്ദർഭം കൊടുത്തതാരാണ്? ഇസ്രയേൽ. അപ്പൊ സിറിയ ആരോടാണ് നന്ദി പറയേണ്ടത് ഈ വിജയത്തിന്? അധികാരത്തിന്റെ പടവുകളിൽ ഇത്രയും കാലം അൽ അസദിനെ, ബഷാർ അൽ അസദിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാതിരുന്ന ഈ അൽ ജുലാനിക്ക് ഇപ്പൊ എങ്ങനെ ഈ അധികാരത്തിന്റെ സോപാനത്തിൽ എത്താൻ കഴിഞ്ഞു? അതിനവർ കടപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസുമായിട്ട് നടത്തുന്ന യുദ്ധം നടത്തുമ്പോൾ അവർ നേരെ ഇറാനിലേക്ക് അവരുടെ മിസൈലുകൾ അയക്കുന്നു. ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള മിസൈലുകൾ. അതുപോലെ തന്നെ അവര് സിറിയയിലേക്ക് കടന്നു കയറി ഹെസ്ബുള്ളയെ ആക്രമിക്കുന്നു. ഞാൻ വിചാരിച്ചു ഈ സിറിയയും ഇസ്രായേലിയും എല്ലാം കൂടി ഇവരെ കടന്നാക്രമിച്ച തരിപ്പൊടിയാവില്ലേ എന്ന് വിചാരിച്ചു. എന്ന് മാത്രമല്ല, MK ഭദ്രകുമാറിനെ പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ നയകോവിതനായിട്ടിരുന്നിട്ടുള്ള ആള് അദ്ദേഹം പറഞ്ഞു ഹെസ്ബുള്ളയോടൊന്നും ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഹമാസ് പോലൊന്നും അല്ല, അവര് തകർത്ത് തരിപ്പണമാക്കും. ഞാനിങ്ങനെ ആ ദിവസങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 1 വർഷത്തിലേറെയായിട്ട്. പക്ഷേ ഹെസ്ബുള്ള കീഴടങ്ങി. ലെബനനിൽ അവരെ തകർന്ന് തരിപ്പണമാക്കി. അവരുടെ ഗ്രാമങ്ങൾ കയ്യേറിക്കൊണ്ടാണ് തെക്കൻ ലെബനിലൂടെ ഇസ്രായേൽ പട മുന്നേറിയത്. ജൈത്ര യാത്ര നടത്തി. തലവന്മാരെ എല്ലാം തല കൊയ്ത് അവര് ഒരു പരുവമാക്കി. ഹെസ്ബുള്ള ഇല്ലാതായി. ആ ഹെസ്ബുള്ള ഇല്ലാതായതാണ് അൽ ജുലാനിക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചത്. ഒന്നത്. രണ്ടാമത്, ഇദ്ദേഹം അൽ ഖ്വയ്ദയുടെ മാത്രമല്ല ISന്റെയും ഭാഗമായിരുന്നു. ഏറ്റവും നിഷ്ഠുരമായ വിധത്തിൽ അമുസ്ലിങ്ങളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവര് ആർത്തവ കാലത്ത് പോലും അവരെ ബലാത്സംഗം ചെയ്യാൻ മടിക്കാതിരിക്കുകയും, പർദ്ദയിട്ട സ്ത്രീകളെ മാത്രം ബലാത്സംഗം ചെയ്യാതിരിക്കുക, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല, അവരെ സംരക്ഷിക്കുക. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം എന്നാണ് പറയുന്നത്. മറ്റേത് സ്ത്രീകളെയും ഏത് പ്രായത്തിലുള്ളവരെയും അവരുടെ കമാൻഡർമാർക്ക്, ഒസാമ എന്ന സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്, കമാൻഡർമാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭോഗവസ്തുവായിട്ട് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്ത ഒരു സംഘടനയുടെ ആളാണ് അദ്ദേഹം. ഇപ്പോൾ പറയുന്നു സ്ത്രീകളെ ഞങ്ങൾ പുഷ്പം പോലെ കരുതും എന്ന്, സംരക്ഷിക്കും എന്നാണ്. കുരങ്ങന്റെ കയ്യിലെ പൂമാലയാവില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കും. ഞങ്ങൾ പറഞ്ഞു, താരതമ്യം ചെയ്തു, ഞങ്ങൾ
താലിബാൻ പോലെ ആവുകയില്ല. അതെ. നമുക്ക് ഇത് സത്യമാണെങ്കിൽ അത് ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം. എന്ന് വിചാരിച്ച് അസദ് അങ്ങനെ സ്ത്രീ വിദ്യാഭ്യാസം നിരോധിച്ചിരുന്നു എന്നല്ല. പക്ഷെ അദ്ദേഹം ഏകാധിപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലത്ത് തന്നെ രാസായുധങ്ങൾ ഉണ്ടായിരുന്നു, അടിച്ചമർത്തിയിരുന്നു ജനങ്ങളെ. പക്ഷെ അസദ് ഒരു ഡോക്ടറായിട്ട് കഴിഞ്ഞിരുന്ന ആളാണ്. ഓക്സ്ഫോർഡിൽ പഠിച്ചിട്ട് ലണ്ടനിൽ ഡോക്ടറായിട്ട് കഴിഞ്ഞിരുന്ന ആളാണ്. അദ്ദേഹം പ്രസിഡന്റ് ആവാൻ നിയുക്തനായ ആളല്ല. അദ്ദേഹത്തിന്റെ നേരത്തെ ഉള്ള അസദിന്റെ മൂത്ത മകനെയാണ് പ്രസിഡന്റ് ആക്കാനിരുന്നത്. ഒരു അപകടത്തിൽ ഈജിപ്തിൽ വെച്ച് കെയ്റോയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ആ ഊഴം കിട്ടിയത്. വന്നപ്പോൾ ആദ്യം പാവമായിരുന്നു, വെറും വളരെ ഡീസന്റ് ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ഓക്സ്ഫോർഡ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഗുണനിലവാരം കാണുമല്ലോ. പക്ഷെ ക്രമേണ അതിന്റെ ഒരു ഭാഗത്ത് ഈ വിഘടനവാദികൾ ഒക്കെ പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾക്ക് പേടിയായി. സ്റ്റാലിനെ പോലെ തന്നെ ഇയാൾ ക്രൂരകൃത്യങ്ങളിലേക്ക് നേർന്നു. രാസായുധങ്ങൾ, മറ്റായുധങ്ങൾ എല്ലാം പ്രയോഗിക്കാവുന്നതൊക്കെ തന്റെ ജനതയ്ക്ക് നേരെ വരെ പ്രയോഗിച്ചു. ഒരുപാട് പേരെ പിടിച്ച് ജയിലിലടച്ചു. ഈ ജയിലിലടച്ചവരെ എല്ലാം ഈ പറഞ്ഞ അൽ ജുലാനിയുടെ കൂട്ടര് വന്നിട്ട് അവർ കവചങ്ങളുടെ സഹായത്തോടു കൂടി, അവർക്ക് ഒരു മിസൈലും ഇല്ല, ഹെസ്ബുള്ളയെ പോലെ ഒന്നുമില്ല, കരയുദ്ധത്തിലൂടെ വന്നോ മോചിപ്പിച്ച് അവർ വന്ന് കീഴടക്കി. അലെപ്പോ കീഴടക്കി, അത് കഴിഞ്ഞിട്ട് ദമാസ്കസും കീഴടക്കി കഴിഞ്ഞിട്ട് അവിടെയുള്ള ജയിലുകളിലെ സകലമാന തടവുകാരെ, കള്ളന്മാരെ എല്ലാം, പോക്കറ്റടിക്കാരെ എല്ലാം വിട്ടു. എല്ലാവരെയും അഴിച്ചു വിട്ടു, പുറത്തേക്ക് വിട്ടു. ഇതുപോലെ തന്നെ പണ്ട് അൽ അസദും ചെയ്തിട്ടുണ്ട്. അവിടെ തടവിൽ കടന്നവരെ എല്ലാം പുറത്തേക്ക് വിട്ടു. അതെന്തിനാണെന്ന് അറിയാമോ? ഈ റിബലുകളുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി, റിബലുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു ചെയ്തത്. പക്ഷെ ഇപ്പൊ എല്ലാരെയും അങ്ങ് തുറന്നങ്ങ് വിട്ടിരിക്കുക. അവരെ ഇപ്പൊ ജയിലിലെങ്ങും ആരുമില്ല. അതാണ് സ്ഥിതി. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞിട്ടും മിച്ചമായിട്ട് 80,000 കണക്ക അവിടുത്തെ ആകെയുള്ള ജനസംഖ്യ സിറിയയിലെ. അതിൽ നിന്ന് ജയിലിൽ പിടിച്ചിടപ്പെട്ടവരെ കുറച്ചു കഴിഞ്ഞാലും പിന്നെ ഒരു 80,000 പേര് കാണാനില്ല. ജയിലിലുമില്ല, അവര് ജയിലിന് വെളിയിലുമില്ല. അച്ഛൻ ഇവിടെയും ഇല്ല, പത്തായത്തിന്റെ പുറത്തുമില്ല, പത്തായം മുറിയിലുമില്ല എന്ന് പറയുന്നത് പോലെ അവരില്ല. എവിടെ പോയത്? എന്ത് സംഭവിച്ചു? പോൾപോട്ടിന്റെയും സ്റ്റാലിന്റെയും ഒക്കെ ഭരണകാലത്തെ പോലെ ഇവരെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടി. ഇവരെല്ലാം ഫോസിലുകളായിട്ട് മാറി. അതാണ് സംഭവിച്ചത്. ഈ 50,000 പേര് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി സ്റ്റാലിൻ എന്ത് ചെയ്തോ, പോൾപോട്ട് എന്ത് ചെയ്തോ, മാവോ സെത്തുങ് എന്ത് ചെയ്തോ അതുപോലെ ചെയ്തു. 80,000 പേര് കൊന്നു. അദ്ദേഹമാണ് ഇങ്ങനെ വലിയൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റിന്റെ വേഷത്തിലുമൊക്കെ ഇങ്ങനെ റഷ്യയുടെ സഹായത്തോടുകൂടി ജീവിച്ചത്. ഈ റഷ്യ എന്തിനു സഹായിച്ചു? ഇവരുടെ ഒരു നാവിക തുറമുഖം റഷ്യക്ക് ഉപയോഗിക്കാം. റഷ്യയിലെ തുറമുഖങ്ങളൊന്നും ഉപയോഗപ്രദമല്ല. തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ മഞ്ഞ് കൂടി കിടക്കും. ഓപ്പറേഷൻ നടക്കത്തില്ല. ഒരു കപ്പലിനും അടുക്കാൻ പറ്റില്ല, ഒരു ചരക്കും ഇറക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവരുടെ സിറിയയിൽ കുഴപ്പമില്ല, അവിടുത്തെ ചൂടും ഒക്കെ മതി. അപ്പൊ അങ്ങനെ ഒരു തുറമുഖം കിട്ടിയതിന് വേണ്ടിയാണ് ഈ അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് റഷ്യ ഇരുന്നത്. പക്ഷേ ഇപ്പൊ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തെ തുടർന്ന് യുക്രൈന്റെ ഒരു തുറമുഖം അവർക്ക് കിട്ടി, പിടിച്ചടക്കി. അപ്പൊ അതുകൊണ്ട് ഇതില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഈ ഞങ്ങൾ യുദ്ധത്തിനൊന്നും ഇല്ല. ഇപ്പൊ തന്നെ യുദ്ധം ചെയ്യാൻ അവിടെ ആൾക്കാരില്ല. കേരളത്തിൽ നിന്ന് മലയാളികളെയും അതുപോലെ തന്നെ നോർത്ത് കൊറിയ ശക്തരായ പടയാളികളാണ്, ധൈര്യം. അവരാണിപ്പോ റഷ്യയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല, തല കാണുകയില്ല. അപ്പോ അവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോ റഷ്യ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന. ഒരു തുറമുഖം പിടിച്ചു, നശിപ്പിച്ചുകൊണ്ടൊരു യുക്രൈൻ. അതിന്റെ വൈദ്യുത നിലയങ്ങൾ മുഴുവൻ തകർത്തുകൂടി. ഇരുട്ടിലാണ് ആ രാജ്യം. അധിക കാലം പിടിച്ചു നിർത്തിയതല്ല. യുക്രൈൻ പിന്നെ നമ്മുടെ ട്രംപ് വരുന്നതോടുകൂടി യുക്രൈൻ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ റഷ്യക്ക് വലിയ താല്പര്യമില്ല. റഷ്യ തോറ്റു യുദ്ധത്തിൽ നിന്നുള്ള ഉറപ്പാണ്. പിന്നെ തോറ്റതാരാ? ഇറാൻ. ജയിച്ചതാരാ? ഇസ്രായേലും അതുപോലെ തന്നെ സിറിയയിലെ ഈ വിമത ഭരണകൂട്ടവും. ഇപ്പൊ ഇവർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഉണ്ടാവുമെന്നെങ്കിൽ ഗൊലാൻ കുന്നുകളിൽ അവർ കടന്നു കയറി. സിറിയയുടെയും ഇതിന്റെ എതിർത്തിലുള്ള തർക്കഭൂമിയാണല്ലോ അത്. ഗൊലാൻ കുന്നുകൾ മുഴുവൻ അവർ പിടിച്ചടക്കി. ആര്? ഇസ്രായേലിന്റെ കയ്യിലായപ്പോ. ഇപ്പൊ അടുത്ത പരിപാടി എന്താണെന്നറിയാം? ചൈനക്കാര് തിബത്തിൽ കാണിക്കുന്നത് പോലെ അവരുടെ ജനസംഖ്യ അവിടെ കൂട്ടുക, കൂടുതൽ ആൾക്കാരെ അവിടെ ആളുകളെ കുടിയേറ്റി പാർപ്പിക്കുക. അപ്പൊ സുരക്ഷിതമായി വിമതന്മാർക്ക് പഴുതില്ലാത്ത വിധം അവർ സുരക്ഷിതമാക്കി. അപ്പൊ സിറിയക്കും സമാധാനമായി, ഇസ്രായേലിനും സമാധാനമായി. ഇപ്പൊ നിലവിൽ പറഞ്ഞിരിക്കുന്നത്
ഇപ്പോൾ സിറിയയിലെ പുതിയ ഭരണാധികാരിയായി അധികാരമേൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ജുലാനി ഇസ്രായേലിനോട് എല്ലാവിധ സഹകരണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല അമേരിക്കൻ ഒരു പ്രതിനിധി സംഘം ഇപ്പോ സിറിയയിൽ എത്തിയിട്ടുണ്ട്. പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ സഹായവും നൽകാൻ പോവുകയാണ്. റഷ്യയും അനുകൂലമായി തന്നെയാണ് നിലനിൽക്കുന്നത്. എന്ന് മാത്രം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രസ്താവന അൽ ജുലാനിയിൽ നിന്നുണ്ടായി. സിറിയയുടെ മണ്ണ് ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് ഒരിക്കലും ഉപയോഗിക്കില്ല. പാകിസ്ഥാൻ ഇന്ന് പറയാത്ത വാക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാനുള്ള താക്കീതല്ലേ? ഇറാനുള്ള താക്കീത് തന്നെ. ഇറാനുള്ള താക്കീത് മാത്രമല്ല, ഇസ്രായേലിനെതിരെയുള്ള എല്ലാ ശക്തികളും, പലസ്തീൻകാർക്കും ഹമാസുകാർക്കും ഉള്ള താക്കീത്. അവർക്ക് പുരോഗമിക്കണം, കുറച്ച് പുരോഗതി ഉണ്ടാകണം എന്നുള്ള ചിന്ത. അല്ലാതെ പറ്റില്ല. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയരാതെ ഒരു രാജ്യവും നിങ്ങളെ സഹായിക്കത്തില്ല. പാകിസ്ഥാന്റെ അവസ്ഥയായി തീരും. സൗദി അറേബ്യയും സഹായിക്കത്തില്ല, ആരും സഹായിക്കത്തില്ല. അദ്ദേഹം അതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വിട്ടുപോയ കുറെ പേരുണ്ട്, സിറിയ വിട്ടുപോയ കുറെ പേര്, അവരോട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതേ നാക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും തിരിച്ചു വരണമെന്നാണ് അതിൻ്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾക്ക് ചെലവിന് തരാനിട്ട് ഈ പണമില്ല. അപ്പൊ ഈ പട്ടിണിയിൽ നിന്ന് കരകയറണമെങ്കിൽ എങ്ങനെ വേണം? യുദ്ധത്തിന്റെ മാർഗത്തിൽ പോയാൽ പറ്റുമോ? ഒരിക്കലുമില്ല. വികസനത്തിന്റെ അതെ, പാൻ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് അതുകൊണ്ട് പറ്റുമോ? ഇല്ലേ. അപ്പൊ രാഷ്ട്രങ്ങളുടെ സഹായം വേണം. അപ്പൊ അത് ആത്മാർത്ഥമാണെങ്കിൽ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളും സഹായിക്കും. പണ്ട് നമ്മളും അതുപോലെ തന്നെ ഈജിപ്തും സിറിയയും ഒക്കെ നല്ല ബന്ധത്തിലായിരുന്നു. ആ പഴയ ബന്ധം നെഹ്റുവിന്റെ കാലത്ത് ഇവർ തമ്മിൽ നാസറും നെഹ്റുവും നടക്കുന്ന ഫോട്ടോ വളരെ പ്രസിദ്ധമായിരുന്നല്ലോ. ലോക സമാധാനത്തിന് വേണ്ടി അവർ മൂന്നാം ചേരിയുടെ ഭാഗമായിരുന്നു. തേർഡ് വേൾഡ് കൺട്രീസ് ആയിരുന്നു താനും. അതുപോലെ തന്നെ മൂന്നാം ചേരി അതിന്റെ ഭാഗമായിരുന്നു. നോൺ അലൈൻഡ് ചേരാ നയത്തിന്റെ വക്താക്കളുമായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു. ആ സൗഹൃദത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ ചതിവാക്കുകളല്ല എന്ന് വിശ്വസിക്കുക. ചതിവാക്കുകൾ ധാരാളം ഉണ്ട്. ചതിവാക്കുകൾ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. നവഖാലി പോയപ്പോൾ മഹാത്മാഗാന്ധി അവിടുത്തെ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടു, എനിക്ക് എഴുതി തരണം, നിങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾക്ക് ഒരാക്രമണവും ഉണ്ടാവില്ല, സമാധാനത്തിൽ ജീവിക്കാം. പുള്ളി അത് എഴുതി ഒപ്പിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനുശേഷമാണ് അവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ നിങ്ങൾ മതം മാറിക്കുക, അല്ലെങ്കിൽ മുഴുവൻ കൊല്ലും. മതം മാറാത്തവരുടെ ചോര ഗംഗാ നദിയിലൂടെ ധാരാളം, പത്മാ നദിയിലൂടെ ധാരാളമായി ഒഴുകിയത്. അതുപോലൊരു വാക്കല്ല ഇദ്ദേഹം പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പശ്ചിമേഷ്യയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനത്തിന്റെ ഒരു രൂപരേഖയാണ് ഇപ്പൊ തെളിഞ്ഞിട്ടുള്ളത്. അത് നല്ല കാര്യം തന്നെ. ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഇസ്രായേലിനൊപ്പം തന്നെ സിറിയയിൽ നിലകൊള്ളുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പുതുവർഷം നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം.